എല്ലാം അടിച്ചു മാറും, എല്ലാം അടിച്ചു പോകും. തിരുവനന്തപുരം രൂപതയിലെ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ നിന്നും മൺപറയാൻ പോവുകയാണ്. അതിന് ഞങ്ങൾ ഒരിക്കലും, ഈ അതിരൂപതയിലെ മത്സ്യത്തൊഴിലാളികൾ ഒരിക്കലും ഞങ്ങൾ അതിന് തയ്യാറല്ല. നമ്മുടെ വോട്ട് മാത്രം മതി ഇവന്മാർക്ക്. എന്തിനാ അവന്റെ കീശ തീർക്കണം, അവന്റെ മകളുടെ കീശ തീർക്കണം, അവന്റെ മക്കളുടെ കീശ തീർക്കണം, പാർട്ടിയുടെ കീശ. ഇതൊക്കെയാണ് ഇവന്റെയൊക്കെ പരിപാടികൾ. അപ്പൊ ഇതെല്ലാം മറച്ചു വെച്ചാലും ഒക്കെ ഇവിടെ വാ പിണറായി, ഇവിടെ വാ, ഞങ്ങൾ ചർച്ചയ്ക്ക് വാ, ഞങ്ങൾ തയ്യാറാണ്, ഇവിടെ വാ, ഞങ്ങളെല്ലാം തയ്യാറാണ്, ഇവിടെ വാ, ഇവിടെ വാ, മരുമോനും കൂടെയുണ്ട്, ഇവിടെ വാ, ഇവിടെ വാ, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. അല്ല ഏസ് റൂമിൽ ഞങ്ങൾ വിളിക്കണ്ട, ഈ വെയിലത്ത് വാ, പറ്റുമോ? പിന്നെ നിങ്ങൾക്ക് അറിയണോ വേറെ ഒരു കാര്യം അറിയണോ? 45 ലക്ഷം രൂപ പിണറായിയുടെ ക്ലിഫ് ഹൗസിൽ പശുവിന് ചെലവാക്കിയത്, പശുവിന് പാല് കുടിക്കാൻ വേണ്ടി. പശു തൊഴുത്തിന് പാല് കുടിക്കാൻ വേണ്ടി പുതിയ പശുക്കൾ. നമ്മളിവിടെ പട്ടിണി കിടന്ന് വെയിൽ കൊണ്ട് വരുന്ന അവന് ഉണ്ടായിരുന്ന പശുക്കളെ മാറ്റി വേറെ പശുക്കളെ കൊണ്ടുവരും. ആ പശു കൊടുക്കുന്ന പാലിന് കട്ടി കുറവ്. ഇനി അടുത്ത പശുവിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ 45 ലക്ഷം രൂപ മുടക്കുകയാണ് പിന്നെ ക്ലിഫ് ഹൗസിലെ പശുവിന് വേണ്ടി. എന്ത് പരിപാടി ഇത്! ഇവിടെ തന്നെ ഒരു 5-6 കാറ് വാങ്ങിച്ചിട്ട് അത് പോരാഞ്ഞിട്ട് വീണ്ടും കാർ. ഇനി ഡൽഹിയിൽ അങ്ങേർക്ക് 3 കാറ്. ഇതൊക്കെ ആരുടെ പണം? അങ്ങനെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതാ? അവിടെ വീട്ടിൽ തോന്നുന്ന പണമാ അത്? അല്ല. അതുകൊണ്ട് എല്ലാം നമ്മളെ ചതിച്ച് ഇത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു സമരമായിട്ട് തന്നെ എടുക്കും. ഇത് ജീവിക്കാനുള്ള സമരമാണ്. വോട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾ ആർക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്തോ, കുഴപ്പമില്ല. നിങ്ങളുടെ രാഷ്ട്രീയ ചിന്ത അനുസരിച്ച്, പാർട്ടിയുടെ ചിന്തയാണ് നിങ്ങൾ വോട്ട് കൊടുക്കുക. പക്ഷേ അതല്ല, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ചില പാർട്ടിയിലുള്ള ചിലരെയൊക്കെ ഭീഷണിപ്പെടുത്തിയൊക്കെ മാറ്റി നിർത്തിയിരിപ്പുണ്ട്. അല്ല, ഞങ്ങൾ അറിഞ്ഞിട്ടുമുണ്ട്. ഞങ്ങളുടെ സഹോദരങ്ങളെ ഭിന്നിപ്പിക്കാനായിട്ട് പാർട്ടി രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടന്ന് സമരം പൊളിയാൻ പോണമെന്നൊന്നുമില്ല, പൊളിയത്തുമില്ല.